ഇനി നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറുകളൊന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് നല്ല മനോഹരമായ പൂക്കൾ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? നമുക്ക് പല കളറുകളിലായിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ കിട്ടും. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പ്ലാസ്റ്റിക് കവർ ഉണ്ട്. ഞാൻ എന്റെ കയ്യിൽ ആദ്യം എനിക്ക് കണ്ണിൽ പെട്ട റെഡ് കളറാണ്. അപ്പൊ അതെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അടിഭാഗം മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നല്ലതുപോലെ നിവർത്തി പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു 4 ലെയർ ആയിട്ട് ഞാനൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്റേതിപ്പോ 4 ലെയർ ആയിട്ട് മടക്കി എടുക്കാനാ പറ്റിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്ര ലെയർ എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു വള അളവിനെടുത്തിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുത്ത് റൗണ്ടിലൊന്ന് സർക്കിൾ ഇട്ട് കൊടുത്തെടുക്കുക. അപ്പൊ എനിക്ക് 4 സർക്കിൾ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ റൗണ്ട് ഭാഗത്ത് നമ്മൾ സെൻട്രലായിട്ട് സ്റ്റാപ്ലർ കൊണ്ട് ഒന്ന് പ്ലസ് പോലെ ഒന്ന് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വളം ഇട്ട് കൊടുത്ത അളവിനനുസരിച്ചിട്ട് ഇതേപോലെ മറ്റുള്ള പീസുകളും നമ്മൾ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് എടുത്തിട്ട് അത് ഇതേപോലെ 4 ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും കട്ട് ചെയ്ത ആ ഭാഗങ്ങളൊക്കെ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഫ്ലവറിന്റെ പോലെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ പിന്നടിച്ചു കൊടുത്ത ഭാഗത്തേക്ക് വല്ലാതെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പൂവായിട്ട് കിട്ടും. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇത്രയും ഫ്ലവർ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വെള്ള, പച്ച, പിങ്ക്, ചുവപ്പ്, മഞ്ഞ ഈ കളറിലുള്ള ഇത്രയും കവറുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സൂചി നൂലെടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് കോർത്തെടുക്കുന്നുണ്ട് പല പല കളറിലായിട്ട്. അപ്പോൾ എത്രയും കവർ ഉണ്ടോ അത്രയും നമ്മൾ പൂക്കൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലെങ്ത്തിലും കുറേയൊക്കെ കിട്ടും. അപ്പോൾ നമുക്കത് ഒന്നിച്ച് തൂക്കിയിട്ടിട്ട് കെട്ടിയിട്ടിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ഇതുകൊണ്ട് ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക.